إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين ബഹുമാന്യരായ സത്യവിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനുൽ ഇസ്ലാമിൻ്റെ നിയമ നിർദ്ദേശങ്ങളും വിധി വിലക്കുകളും ജീവിതത്തിൻ്റെ സകല മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന അവൻ്റെ ഉത്തമരായ അടിമകളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, റമദാനിൻ്റെ 2 ഭാഗവും നമ്മളെ വിട്ട് പിരിയാൻ പോവുകയാണ്. ഇനി ശേഷിച്ച 3-ാമത്തെ ഭാഗം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. പിറകിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ആശ്വാസം നൽകുന്ന എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടുന്ന സമയമാണ്. മാത്രമല്ല, ഇതുവരെയുള്ളതിനേക്കാൾ കൂടുതൽ ആവേശത്തോടുകൂടി നന്മകളിൽ മുന്നേറേണ്ടവരാണ് ഞാനും നിങ്ങളുമെല്ലാം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശരിൽ അവാഖിർ മാ ലാ യജ്തഹിദു ഫി ഗൈരിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 എത്തിയാൽ മറ്റു ദിവസങ്ങളിലില്ലാത്ത അത്രയും ആവേശത്തോടുകൂടി നന്മകൾ ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചിരുന്ന വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും.
അവസാനത്തെ 10 രാവും പകലും അതിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറെടുപ്പുകൾ നടത്താറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ കഴിയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശദ്ദ മിഅ്സറഹു വഅയ്ഖള അഹ്ലഹു വഅഹ്യാ ലൈലഹു, തന്റെ മുണ്ടൊക്കെ ഒന്ന് മുറുക്കിയെടുക്കുന്ന, നന്മകൾ ചെയ്യാൻ വേണ്ടി ഒരുക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു എന്നാണ്. മുണ്ടൊക്കെ ഒന്ന് മുറുക്കിയെടുത്ത് അയ്ഖള അഹ്ലഹു, തന്റെ കുടുംബങ്ങളെ മുഴുവൻ എഴുന്നേൽപ്പിക്കും, വഅഹ്യാ ലൈലഹു, രാത്രിയെ ജീവിപ്പിക്കുകയും ചെയ്യും എന്നാണ് പ്രിയമുള്ളവരെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും പിൻപറ്റേണ്ടത് നമ്മുടെ നേതാവ് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആണ്. നമ്മൾ കൂടുതൽ ആവേശത്തോടു കൂടി ഇതാ ഇന്നത്തെ മഗ്‌രിബ് കഴിഞ്ഞാൽ 20 നോമ്പ് പൂർത്തിയാവുകയാണ്. ഇനി അങ്ങോട്ടുള്ള 9-10 ദിവസത്തെ നോമ്പുകൾ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത്. നമ്മുടെ ആ ഒരു അവശതയൊക്കെ ഒന്ന് മാറ്റിവെച്ച്, താല്പര്യക്കുറവൊക്കെ ഒന്ന് മാറ്റിവെച്ച് കൂടുതൽ ആവേശത്തോടു കൂടി അള്ളാഹുവിന്റെ ഭവനങ്ങളുമായി കൂടുതൽ ബന്ധപ്പെട്ടുകൊണ്ട് രാത്രിയെപ്പോലും പകല് പോലെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കുമ്പോഴാണ് ഈ റമദാനിൽ പ്രിയമുള്ളവരെ നമുക്ക് ഇത് തീർന്നു പോകുമ്പോൾ നമുക്കൊരാശ്വാസം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളാകണം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. പക്ഷെ പലപ്പോഴും ഈ 20ാമത്തെ നോമ്പെത്തി നിൽക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ആവേശമെല്ലാം കെട്ടടങ്ങിയ ഒരവസ്ഥയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വിശുദ്ധ ഖുർആൻ ഇതുവരെ ഓതിയിരുന്ന അത്രയൊന്നും ഇപ്പോൾ ഓതിക്കൊണ്ടിരിക്കുന്നില്ല. എന്നാൽ പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹിച്ചു നൽകിയ ഒരു രാത്രിയുണ്ട് ഈ അവസാനത്തെ 10. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, ആ ദിവസത്തെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് അവസാനത്തെ 10ലാണ് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസത്തെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി, ആ രാത്രിയെ ലഭിക്കുന്നതിന് വേണ്ടി കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്തകിഫു ഫിൽ അശ്രിൽ അവാഖിരി മിൻ റമളാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിന്റെ അവസാനത്തെ 10ൽ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാരും പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ രാത്രി എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം 83 വർഷത്തിലധികം നന്മ ചെയ്താൽ ലഭിക്കുന്ന പുണ്യമാണ് ഒരു രാത്രിയിൽ അള്ളാഹു നമുക്ക് നൽകുന്നത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഹറൗ ലൈലത്തുൽ ഖദ്രി ഫിൽ അശ്രിൽ അവാഖിരി മിൻ റമളാൻ. റമളാനിന്റെ അവസാനത്തെ 10ൽ ആ ഖദറിന്റെ രാത്രിയെ നിങ്ങൾ പ്രതീക്ഷിക്കുക. തഹറൗ ലൈലത്തുൽ ഖദ്രി ഫിൽ വിത്രി മിനൽ അശ്രിൽ അവാഖിരി മിൻ റമളാൻ. റമളാനിന്റെ അവസാനത്തെ 10ലെ ഒറ്റയിട്ട രാവുകളിൽ നിങ്ങൾ ആ രാത്രിയെ പ്രതീക്ഷിക്കുക. ആ രാത്രിയുടെ പ്രത്യേകത, ഇന്നൽ മലായികത തിൽകൽ ലൈലത്തി ഫിൽ അർളി അക്തറു മിൻ അദദിൽ ഹസാ. ചരൽക്കല്ലുകൾ ഭൂമി ലോകത്ത് എത്രയുണ്ടോ അതിനേക്കാൾ കൂടുതൽ മലായികത്തുകൾ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുന്ന രാത്രിയാണത്. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ.
പ്രഭാതോദയം വരെ സമാധാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ മലായികത്തുകളും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുന്ന ദിവസമാണ്, രാത്രിയാണ്, ഖദറിന്റെ രാത്രി. എത്രത്തോളം മലായികത്തുകളാണ് ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുന്നത്? അക്സറു മിൻ അദദിൽ ഹസ്വാ, ചരൽക്കല്ലുകളേക്കാൾ ഒരു പിടി. പ്രിയമുള്ളവരെ, നമ്മൾ മണ്ണ് വാരിയാൽ അതിൽ എത്ര കല്ലുകളാണ് നമുക്ക് കാണാൻ കഴിയുക? ചരൽക്കല്ലുകൾ. അതിനേക്കാൾ കൂടുതൽ ഭൂമി ലോകത്ത് അങ്ങനെ എത്ര ചരൽക്കല്ലുകളുണ്ടോ അതിനേക്കാൾ കൂടുതൽ മലായികത്തുകൾ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരുന്ന രാത്രിയാണ്. ആ രാത്രിയെ ജീവിപ്പിച്ചു നമ്മുടെ നേതാവ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ രാത്രിയിൽ ആരാധനകളിൽ മുഴുകി നമ്മുടെ നേതാവ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രാത്രിയെ അല്ലാഹുവിന്റെ മുന്നിൽ കിടന്നുകൊണ്ട്, അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനും സുജൂദ് ചെയ്യാനും ഇസ്തിഗ്ഫാർ തേടാനും തൗബ ചെയ്യാനും ആ നേതാവും നേതാവിന്റെ അതേ അനുയായികളായ സ്വഹാബത്തും അവർ സമയം കണ്ടെത്തിയെങ്കിൽ, പ്രിയമുള്ളവരെ, നമുക്കതിന് സാധിക്കാറുണ്ടോ? മാത്രമല്ല, ആ രാത്രിയിൽ പ്രത്യേകമായി കൊണ്ട് ചോദിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തന്റെ പത്നിയായ നമ്മുടെ മാതാവായ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അറഅയ്ത ഇൻ അലിംതു അയ്യു ലൈലത്തുൽ ഖദ്രി, അതേ, എന്നാണ് ലൈലത്തുൽ ഖദ്ർ, എപ്പോഴാണെന്ന് ഞങ്ങൾ അറിഞ്ഞാൽ നബിയെ എന്താണ് ഞങ്ങൾ ചോദിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങൾ ചോദിക്കേണ്ടത് വിട്ടുവീഴ്ചയ്ക്ക് വേണ്ടിയാണ്, നിങ്ങളുടെ പാപങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു തരാൻ വേണ്ടിയാണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നക അഫ്വൻ, നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വ, വിട്ടുവീഴ്ചയെ നീ ഇഷ്ടപ്പെടുന്നവനാണ്, അതുകൊണ്ട് ഫഅഫു അന്നീ, എനിക്ക് വിട്ടുവീഴ്ച ചെയ്തു തരണേ റബ്ബേ. ഇത് ചോദിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നമുക്ക് എവിടെ സമയം അല്ലേ? പള്ളിയൊക്കെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുക, പള്ളി കാലിയായിക്കൊണ്ടിരിക്കുക, എല്ലാവരും അങ്ങാടികളിലാണ്, ടൗണുകളിൽ നിന്ന് ഇറങ്ങാൻ കഴിയുന്നില്ല, എല്ലാവരും റോഡുകളിലൂടെ പാതിരാത്രിയിൽ നടന്നുകൊണ്ടിരിക്കുക, പ്രഭാതോദയം വരെ കടകൾ തുറന്നു വെച്ചിരിക്കുകയാണ്. അല്ലാഹു പറഞ്ഞു, പ്രഭാതോദയം വരെ ധാരാളം മലായികത്തുകൾ ഭൂമി ലോകത്തേക്ക് ഇറങ്ങുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ധാരാളം നന്മകൾ നേടാൻ കഴിയുന്ന ആ ഒരു രാത്രിയെ പോലും ഉപയോഗപ്പെടുത്താൻ പലപ്പോഴും, പ്രിയമുള്ളവരെ, മുസ്ലിം സമൂഹത്തിന് സാധിക്കുന്നില്ല, അല്ലേ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ അങ്ങനെയാകാൻ പാടില്ല. ഇന്ന് മുതൽ അങ്ങോട്ട് നമ്മൾ രാവും പകലും പള്ളിയിൽ തന്നെ, രാവും പകലും പള്ളിയിലാകണം. അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്, അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. രാത്രി ഒന്നും ഒരു പണിയില്ല, അല്ലേ? വീട്ടിൽ പോയിക്കോളാം, പക്ഷെ പടച്ചോൻ തൗഫീഖ് തരൂല. അള്ളാന്റെ ദീനിനോടും നന്മകളോടും ആഗ്രഹമില്ലാത്ത മനുഷ്യന്മാർക്ക് ഇതിനൊന്നും തൗഫീഖ് കിട്ടൂല. റമളാനുകളൊക്കെ കുറെ കടന്നു പോകാൻ ചിലപ്പോൾ കഴിഞ്ഞേക്കാം, പക്ഷേ തൗഫീഖ് ലഭിക്കാത്ത ഹതഭാഗ്യവാന്മാരായി നമ്മൾ മാറും. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയുടെ ആമീൻ ഉണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. റമളാനിലൂടെ കടന്നു പോകാൻ സൗഭാഗ്യം ലഭിക്കപ്പെട്ടിട്ടു പാപങ്ങൾ പൊറുക്കപ്പെടാതെയാണ് ഒരാൾ ശവ്വാലിന്റെ പിറവി കാണുന്നതെങ്കിൽ, അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാതെ റമളാൻ അങ്ങ് കടന്നുപോയെങ്കിൽ അവന് റബ്ബിന്റെ ശാപമുണ്ടാകട്ടെ. ആരാ പ്രാർത്ഥിക്കുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഖുൽ, നബിയെ പറയൂ, ആമീൻ, ആമീൻ പറ നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇനിയുള്ള ഏതാനും ദിവസങ്ങൾ, 20 നോമ്പുകൾ എത്ര പെട്ടെന്നാണ് നമ്മിലൂടെ കടന്നുപോയത്. അതിനേക്കാൾ വേഗതയിൽ ഇനിയുള്ള 10 നോമ്പുകൾ കടന്നുപോകും.
പക്ഷേ നമുക്ക് നേടാനൊന്നും ഉണ്ടാവൂല. നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടുകൊള്ളണമെന്നില്ല. അള്ളാഹുവിന്റെ മുന്നിൽ സഹോദരങ്ങളെ കരഞ്ഞു പറയാൻ നമ്മൾ തയ്യാറാകണം. നമ്മൾ ആരും മഅസൂമുകളല്ല. നമ്മളെല്ലാവരും പ്രിയമുള്ളവരെ തെറ്റ് ജീവിതത്തിൽ വന്നുപോയവരാണ്. ആരുടെ ജീവിതത്തിലാണ് തെറ്റ് വരാത്തവർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ഇബ്നു ആദം ഖത്താഊൻ, എല്ലാ ആദം സന്തതികളും പാപികളാണ്, പാപം ചെയ്യുന്നവരാണ്. പ്രവാചകന്മാർ മാത്രമേ മഅസൂമുകളുള്ളൂ, പാപസുരക്ഷിതരായിട്ടുള്ളൂ. ഇതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ പാപികളിൽ ഏറ്റവും നല്ലവർ അത്തവ്വാബൂന, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാണ്. കഴിഞ്ഞു പ്രിയമുള്ളവരെ, നമ്മുടെ തെറ്റുകൾ പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റുപറയാൻ 20 നോമ്പുകൾ നമ്മൾ പിന്നിടുമ്പോൾ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റുപറയാൻ നമ്മൾ തയ്യാറുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ പൊറുക്കാനും തയ്യാറാണ്. ഒരു പാപവും പ്രിയമുള്ളവരെ നിസാരമല്ല, ഒരു തെറ്റും നിസാരമല്ല, ഒരു തെറ്റും നിസാരമല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. വഇൻ തകും മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സുഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ്. ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനോട് പറയുന്ന സംസാരമുണ്ട്, പൊന്നുമോനെ, കാര്യം അത് എത്ര ചെറുതാണെങ്കിലും, നിന്റെ അമലുകൾ എത്ര ചെറുതാണെങ്കിലും, അത് നന്മയാകട്ടെ തിന്മയാകട്ടെ, അത് നീ പാറകൾക്കുള്ളിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചാലും, ആകാശലോകത്ത് നീ ഒളിപ്പിച്ചു വെച്ചാലും, അതിനെ മുഴുവൻ അല്ലാഹു കൊണ്ടുവരിക തന്നെ ചെയ്യും. വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറാ. അണുമണിത്തൂക്കം നന്മ ചെയ്താൽ അത് കാണിക്കപ്പെടുന്ന ലോകമാണ്, അണുമണിത്തൂക്കം തിന്മ ചെയ്താൽ അതും കാണിക്കപ്പെടുന്ന ലോകമാണ്. പ്രിയമുള്ളവരെ, ഒരു തെറ്റും ഒരു പാപവും നിസാരമല്ല. ഏത് ചെറിയ പാപം, ഏത് ചെറിയ തെറ്റ് ഒരു മനുഷ്യൻ ചെയ്തു പോയാലും അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളിയെ അത് ഉണ്ടാക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്നൽ അബ്ദ ഇദാ അഖ്തഅ ഖതീഅതൻ നുകിതത് ഖൽബഹു നുകിതതൻ സൗദാ. ഒരു മനുഷ്യൻ അവൻ ഒരു തിന്മ ചെയ്താൽ അവന്റെ ഹൃദയത്തിൽ അതാ ഒരു കറുത്ത പുള്ളി ഉണ്ടാവുകയാണ്. അങ്ങനെയോ, അങ്ങനെ അവൻ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തിയാൽ, പാപമോചന തേട്ടം നടത്തിയാൽ, പ്രിയമുള്ളവരെ, അല്ലാഹു അവന് പുറത്തു കൊടുക്കുകയും അവന്റെ ആ ഹൃദയം വീണ്ടും ആ തിളക്കത്തിലേക്ക് കടന്നു വരികയും ചെയ്യും. പക്ഷേ വീണ്ടും അവൻ തെറ്റ് ചെയ്താലോ അവന്റെ ആ പാപക്കറയുടെ വ്യാപ്തി ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഓതി കൊടുക്കുകയാണ്, കല്ലാ ബറാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. കണ്ടോ, അവർ പ്രവർത്തിച്ചത് കാരണത്താൽ അവരുടെ ഹൃദയത്തിൽ അതാ കറ പുരണ്ടിട്ടുണ്ട്. കണ്ടോ, ഈ ആയത്ത് ഓതി കൊടുക്കുക. അപ്പൊ സുഹൃത്തുക്കളെ, ഒരു പാപവും ഒരു തെറ്റും, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, അത് നിസ്സാരമല്ല, അത് പൊറുക്കപ്പെടണം. അത് പൊറുക്കപ്പെടാതെ പ്രിയമുള്ളവരെ റമദാൻ കടന്നു പോയിക്കൂടാ. ഇനി അതിന് ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. രാവും പകലും 365 ദിവസങ്ങളിൽ വെറും വിരലിലുണ്ടാവുന്ന ദിവസമാണ് നോമ്പ്. അതിൽ തന്നെയും പ്രിയമുള്ളവരെ അവസാനത്തെ 10 എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറുകൾ എന്ന് പറയാവുന്ന അത്രയും സമയമേ ഉള്ളൂ. പക്ഷേ നമുക്ക് തൗഫീഖ് ലഭിക്കുമോ, നമുക്ക് ഭാഗ്യം ലഭിക്കുമോ? പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സ് വെച്ച് ആ പള്ളിയിൽ ഇരിക്കാനും അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ ഇരുന്ന് പടച്ച റബ്ബിനോട് തേടാനും മനസ്സ് തുറക്കാനും നമുക്ക് കഴിയാവുന്ന രൂപത്തിലേക്കുള്ള ഒരു മാറ്റം ഉണ്ടായില്ല എങ്കിൽ നമ്മൾ ഏറ്റവും ഭാഗ്യം കെട്ട മനുഷ്യരായിരിക്കും. കണ്ടോ, ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിച്ചു കൊണ്ടിരിക്കണമെന്ന. നാളെ പരലോകത്ത് ഒരു മനുഷ്യൻ, ഒരടിമ, അവൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അവന്റെ കയ്യിൽ ലഭിക്കുന്ന രേഖയിൽ ധാരാളം ഇസ്തിഗ്ഫാറുകൾ കാണുമ്പോഴാണ് എന്ന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പടച്ച റബ്ബിനോട് പാപമോചനം തേടിക്കൊണ്ടിരിക്കുക. അല്ലാഹു എല്ലാ പാപങ്ങളും പുറത്തു തരാൻ തയ്യാറാണ്. എല്ലാ പാപങ്ങളും. ആർ എന്നോട് ഇസ്തിഗ്ഫാർ ചോദിക്കുന്നുണ്ടോ
അവന് ഞാൻ പുറത്തു കൊടുക്കും. ആരെന്നോട് ദുആ ചെയ്യുന്നുണ്ടോ അവന്റെ ദുആ ഞാൻ സ്വീകരിക്കുന്നതാണ്. ഒരു അടിമ എന്നിലേക്ക് കൈയങ്ങ് ഉയർത്തിക്കഴിഞ്ഞാൽ, ഒരു അടിമ കൈ റബ്ബിലേക്ക് ഉയർത്തിക്കഴിഞ്ഞാൽ അത് ശൂന്യമായി മടക്കി അയക്കുന്നതിനെ അല്ലാഹു ലജ്ജിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥനയ്ക്ക് ഒന്നും ഉത്തരം കൊടുക്കാതെ ഒന്നുമില്ലാതെ മടക്കി അയക്കുന്നതിനെ അല്ലാഹു ലജ്ജിക്കുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ പടച്ചവനോട് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. നോക്കൂ നിങ്ങൾ, ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയോട് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം ചോദിക്കാണ്, ഒരടിമക്ക് ഏറ്റവും ഉപകാരമുള്ള തസ്ബീഹാണോ ഇസ്തിഗ്ഫാറാണോ? തസ്ബീഹുകൾ ധാരാളമായി ചൊല്ലലാണോ? തസ്ബീഹുകളും തഹ്ലീലുകളും ഒക്കെ ചൊല്ലലാണോ? അതല്ല ഇസ്തിഗ്ഫാറുകൾ ധാരാളമായി ചൊല്ലലാണോ? ഏതാണ് ഒരു അടിമക്ക് ഏറ്റവും അൻഫഅായിട്ടുള്ളത്, ഏറ്റവും ഉപകാരമായിട്ടുള്ളത്? അദ്ദേഹം പറയുകയാണ്, ഇദാ കാന സൗബു നഖിയ ഫൽ ബുഖൂർ വമാഉൽ ബർദ്. വസ്ത്രം അത് വളരെ ഒന്നൊരു കറയുമില്ലാത്ത വസ്ത്രമാണെങ്കിൽ അത് പിന്നീട് അതിലേക്ക് നല്ല സുഗന്ധങ്ങളാണ് ഏറ്റവും നല്ലത്. വസ്ത്രത്തിൽ ഒരു കറയില്ല, പിന്നെ അതിലേക്ക് ബുഖൂറും അതുപോലെ മാഉൽ ബർദും പനിനീർ വെള്ളം അതുപോലെ തന്നെ അതിലേക്ക് നല്ല സുഗന്ധം പുകക്കലൊക്കെയാണ് നല്ലത്. എന്നാൽ വൈദാ കാന സൗബു ദനിസാ, വസ്ത്രത്തിൽ കറകളുണ്ടെങ്കിൽ, മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ, ഫസ്വാബൂനു വൽ മാഉ അൻഫഉ ലഹു, വെള്ളവും സോപ്പ് കെട്ടത് ഇങ്ങോട്ട് കഴുകിയിട്ട് എടുക്കലാണ് ഏറ്റവും ഉപകാരമുള്ളത്. എന്നുവെച്ചാൽ ഹൃദയം പാപത്തിൽ പുരണ്ടതാണെങ്കിൽ അവിടെ ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ട് ആ ഹൃദയം അത് ശുദ്ധമാക്കലാണ് ഏറ്റവും ഉപകാരമുള്ളത്. അതാണ് വർദ്ധിപ്പിക്കേണ്ടത് എന്നാണ്. നമുക്കൊക്കെ ഒരു ദിവസത്തിൽ തന്നെ നന്മ തിന്മകൾ എന്ന് എടുത്തു നോക്കിയാൽ സുഹൃത്തുക്കളെ, ഏതാണ് അധികരിച്ചു നിൽക്കുക? നമ്മുടെ നോട്ടങ്ങളിൽ, സംസാരങ്ങളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ എന്തെല്ലാം തിന്മകൾ അല്ലേ? നമ്മൾ പോലും മറന്നുപോയ പ്രിയമുള്ളവരെ എത്രയെത്ര തിന്മകളുണ്ട്. ഇതൊക്കെ മായ്ക്കപ്പെടണം. വിശുദ്ധി കൈവരിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ ശവ്വാലിലെത്തേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വഇന്നീ ലഗഫാർ, തീർച്ചയായും നാം ലഗഫാറുൻ, എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുന്നവൻ തന്നെയാണ്. ധാരാളമായി പുറത്തു കൊടുക്കുക. പ്രയോഗം വഇന്നീ, തീർച്ചയായും ഞാൻ, ലഗഫാർ, നിർബന്ധമായും ഞാൻ. അതൊക്കെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങളാണ്. ഗഫാർ, ഏറ്റവും ധാരാളം പുറത്തു കൊടുക്കുന്നവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കാണ്. ആർക്കാ പുറത്തു കൊടുക്കുക? ലിമൻ താബ, തൗബ ചെയ്യുന്നവർക്ക്, വആമന, വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക്, വഅമില സ്വാലിഹാ, സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവർക്ക്, അവർക്ക് അല്ലാഹു പുറത്തു തരാൻ തയ്യാറാണ് എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇനിയുള്ള ഏതാനും മണിക്കൂറുകൾ എന്ന് പറയാവുന്ന അത്രയും സമയമുള്ളൂ. 10 ദിവസം എന്നൊക്കെ പറഞ്ഞാൽ വളരെ പെട്ടെന്ന് അത് കടന്നു പോകും. നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന തരത്തിലേക്ക് നമ്മൾ അല്ലാഹുവിനോട് ഏറ്റുപറയാൻ നമ്മൾ തയ്യാറാകണം. പടച്ച റബ്ബിന്റെ മുന്നിൽ നമ്മുടെ നിറയുന്ന കണ്ണുകളുമായി നമ്മൾ റബ്ബിലേക്ക് അടുക്കാൻ നമ്മൾ തയ്യാറാകണം. സുജൂദുകളിൽ പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായി നമ്മൾ തേടിക്കൊണ്ടിരിക്കണം. റബ്ബിനോട് ആത്മാർത്ഥമായി തേടിക്കൊണ്ടിരിക്കുക. ആരെയും നമ്മൾ നോക്കേണ്ടതില്ല. നമ്മുടെ പരലോകം, നമ്മുടെ ഖബറ്, നമ്മുടെ മീസാൻ, നമ്മുടെ സിറാത്ത്, ഇതിനെ മാത്രമാണ് ഞാനും നിങ്ങളും മുന്നിൽ കാണേണ്ടത്. മറ്റുള്ളവർ വരുന്നുണ്ടോ, മറ്റുള്ളവർ ചെയ്യുന്നുണ്ടോ, ഇതൊന്നും നമ്മൾ നോക്കേണ്ടതില്ല. അവനവന്റെ ഖബറിലേക്ക്, 6 അടി മണ്ണിലേക്ക് ഞാൻ യാത്ര പോകേണ്ടവനാണ്. ഒറ്റക്കൊറ്റക്ക് റബ്ബിന്റെ കോടതിയിലേക്ക് പെടേണ്ടവനാണ് ഞാനും നിങ്ങളും എന്നുള്ള ബോധം നമുക്കുണ്ടാകണം. അവിടെ രക്ഷപ്പെടലാണ് പ്രിയമുള്ളവരെ ഏറ്റവും ഗൗരവമായിട്ടുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. മാത്രമല്ല, നമ്മൾ പാപമോചനത്തിന് വേണ്ടി റബ്ബിനോട് തേടുമ്പോൾ സഹോദരങ്ങളെ, അതിൽ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ചില മാറ്റങ്ങളുണ്ട്. അതെന്തായാലും ഇനി ഒരിക്കലും പാപത്തിലേക്ക് തിരിച്ചു പോകില്ല എന്ന തീരുമാനത്തോടു കൂടെയായിരിക്കണം നമ്മൾ റബ്ബിനോട് തേടേണ്ടത്. ഇനി റമദാൻ കഴിയട്ടെ, വീണ്ടും എന്റെ പാപങ്ങൾ, വീണ്ടും എന്റെ തെറ്റുകൾ ഞാൻ തുടർന്നു കൊണ്ടിരിക്കും എന്നുള്ള ചിന്തയാണെങ്കിൽ നമ്മുടെ തൗബയ്ക്ക് വിലയില്ല.
നമ്മുടെ പശ്ചാത്താപത്തിന് വിലയില്ല, അത് പടച്ചറബ് സ്വീകരിക്കില്ല. മറിച്ച് ഇനി ഒരിക്കലും പടച്ചറബേ തിന്മയിലേക്കൊരു തിരിഞ്ഞു നടത്തമില്ല എന്ന തീരുമാനത്തോടു കൂടെയായിരിക്കണം ഞാനും നിങ്ങളുമെല്ലാം പടച്ചറബിനോട് തേടേണ്ടത്. മാത്രമല്ല, ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മൾ തയ്യാറാകണം. ഉണ്ടോ? തൗബ സ്വീകരിക്കാൻ ചില മാനദണ്ഡങ്ങളുണ്ട്, ചില ഷർത്തുകളുണ്ട്. അതൊന്നെന്താ അറിയോ? ഒന്ന്, ഇനി ഒരിക്കലും ചെയ്യില്ല എന്ന തീരുമാനം ഹൃദയത്തിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. മറ്റൊന്ന്, പ്രിയമുള്ളവരെ, നമ്മുടെ തൗബ അള്ളാഹുവിലേക്ക് നമ്മൾ പശ്ചാത്തപിക്കുമ്പോൾ ആ പാപത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ടായിരിക്കണം നമ്മൾ റബ്ബിനോട് പശ്ചാത്തപിക്കേണ്ടത്. മാത്രമല്ല, മൂന്നാമത്തെ ഒരു ഷർത്ത് എന്താണ്? നമ്മൾ ചെയ്യുന്ന ആ തൗബയിൽ, ആ പശ്ചാത്താപത്തിൽ നമ്മൾ സത്യസന്ധരായിരിക്കണം. അതിലൊരു സത്യസന്ധത, ഒരു ഇഖ്ലാസൊക്കെ ഉണ്ടാകണം. പടച്ചോനെ, ജീവിതത്തിൽ വന്നു പോയതാണ്, ഇനി എന്റെ ജീവിതത്തിൽ ആ തിന്മ കടന്നു വരില്ല റബ്ബേ എന്ന തീരുമാനമെടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ റബ്ബിനോട്, പ്രിയമുള്ളവരെ, ആ ഒരു തൗബ പശ്ചാത്താപം നമ്മൾ ചെയ്യേണ്ടത്. അള്ളാഹുവിലേക്ക് ഖേദിച്ച് തികച്ചും ഹൃദയത്തിന്റെ പ്രവർത്തനമാണ് തൗബ എന്ന് പറയുന്നത്. ആരെങ്കിലും ചൊല്ലിത്തരുത് ഏറ്റു ചൊല്ലലല്ല, ആരെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ കൂടെ ഇരുന്ന് ശാസുമ്പോ മാമിയും പറയലല്ല. നാമും റബ്ബുമായി പ്രിയമുള്ളവരെ ഒറ്റക്കാകുന്ന ഒരു സമയമാണ് നമ്മളതിന് തെരഞ്ഞെടുക്കേണ്ടത്. അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ വന്നിരുന്ന് ആ റബ്ബിനോട് തേടിയാൽ, പ്രിയമുള്ളവരെ, റബ്ബ് തയ്യാറാണ്. അള്ളാഹു പറയാണ്, അതിനൊന്നും നിങ്ങൾ സമയം കളയരുത്. അതേ, കുറെ കഴിഞ്ഞിട്ടാകാം, 40 കഴിയട്ടെ, 50 കഴിയട്ടെ, അല്ലെങ്കിൽ 60 കഴിയട്ടെ, ഈ ലോകത്തോട് വിട പറയാനുള്ള സമയമായി എന്ന് എനിക്ക് ബോധ്യപ്പെടട്ടെ. അതിനൊന്നും പ്രിയമുള്ളവരെ കാത്തു നിൽക്കരുത്. മരണം നമ്മുടെ കാലിൽ ധരിച്ച പാദരക്ഷയുടെ വാറ് നമ്മുടെ ശരീരത്തോട് എത്രത്തോളം ഒട്ടിച്ചേർന്ന് നിൽക്കുന്നുവോ അതിനേക്കാൾ അടുത്താണ് മരണം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. എപ്പോഴും മരണപ്പെടാം. നമുക്ക് നിശ്ചയിക്കപ്പെട്ട അവധിയുണ്ട്. നമ്മുടെ വീട്ടിൽ തൂക്കിയ കലണ്ടറിൽ നമ്മുടെ മരണത്തിന്റെ ഡേറ്റ് ഉണ്ട്. അതിന്റെ സമയം അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ആ സമയത്തിന്റെ ഒരു സെക്കൻഡ് പോലും മുന്നോട്ട് പോകാൻ എനിക്കോ നിങ്ങൾക്കോ കഴിയില്ല. ആ സമയത്ത് പടച്ചോനെ, ഞാനിതാ തൗബ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹു സ്വീകരിക്കില്ല. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, നിങ്ങൾ വേഗത്തിൽ പോകണം. അതെ, നമ്മൾ വേഗത്തിൽ പോകേണ്ടുന്ന 2 കാര്യങ്ങളാണ് അല്ലാഹു പഠിപ്പിക്കുന്നത്. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിന്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ വേഗത്തിൽ പോകണം. അതേ, പാപമോചനം വേഗത്തിൽ നേടിയെടുക്കേണ്ടതാണ്. ഹൃദയ ശുദ്ധീകരണം വേഗത്തിൽ നേടിയെടുക്കേണ്ടതാണ്. പാപക്കറയിൽ നിന്ന് മുക്തി നേടുക എന്നുള്ളത് അതിന് സമയം ദൈർഘിപ്പിച്ചുകൂടാ. പ്രിയമുള്ളവരെ, വളരെ പെട്ടെന്ന് റബ്ബിലേക്ക് നമ്മൾ പശ്ചാത്തപിച്ചു മടങ്ങണം. 2ാമത്തെ കാര്യമാണെന്ന് പറയുന്നത്, വജന്ന, സ്വർഗത്തിലേക്കും നിങ്ങൾ വേഗത്തിൽ പോകണം. സ്വർഗത്തിലേക്കും വേഗത്തിലേക്ക് പോകണം. ആകാശഭൂമികളോളം വിശാലമാണ് ആ സ്വർഗം. മുത്തഖീങ്ങൾക്കാണ് അത് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. മുഅ്മിനീനല്ല, മുസ്ലിമീനല്ല, മുത്തഖീങ്ങൾക്കാണ്, തഖ്വയുള്ളവർക്കാണ്, പാപ സുരക്ഷിതമായി ജീവിതം നയിക്കാൻ തീരുമാനമെടുത്തവർക്കാണ് ആ സ്വർഗത്തെ അള്ളാഹു തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതാ ഇനി വരുന്ന 10 ദിവസം അല്ലെങ്കിൽ 9 ദിവസം അത് മാത്രമേ നമ്മുടെ മുന്നിൽ റമദാനിൽ ബാക്കിയുള്ളൂ. അതെ, നന്മകൾക്ക് ധാരാളം പ്രതിഫലം ലഭിക്കപ്പെടുന്ന, അതെ, തിന്മകൾ മായ്ച്ചു കളയാൻ കഴിയുന്ന, അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയുന്ന ഏതാനും ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. നമ്മൾ നഷ്ടപ്പെടുത്തിക്കൂടാ. വേഗത്തിൽ പടച്ച റബ്ബിനോട് തേടുക, ഹൃദയം തുറക്കുക, ആ റബ്ബിനോട് ഏറ്റുപറയുക. ഏത് വലിയ പാപമാണെങ്കിലും പൊറുത്തു തരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല റെഡിയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല 2 പേരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചിരിക്കുമെന്നാണ്. ഒന്നാമത്തെ വ്യക്തി മറ്റൊരു വ്യക്തിയെ കൊന്നുകളഞ്ഞവനാണ്. കൊല്ലപ്പെട്ടവനും കൊന്നവനും 2 സ്വർഗത്തിലാണ്.
കൊല്ലപ്പെട്ടവൻ അവൻ സ്വർഗത്തിലായിരിക്കാം. എങ്ങനെയാണ് കൊലയാളി സ്വർഗത്തിലാകുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആ കൊലയാളി പടച്ച റബ്ബിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങി അവന്റെ ജീവിതം നന്നാക്കി അവൻ ഈമാനോടുകൂടെയാണ് പിന്നീട് മരിക്കുന്നത്. അവർ രണ്ടുപേരും സ്വർഗത്തിലാണ്. അവരെ കുറിച്ച് അല്ലാഹ് ചിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, എത്ര വലിയ പാപമാകട്ടെ, മാറാൻ നമ്മൾ തയ്യാറുണ്ടെങ്കിൽ, പാപത്തിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മൾ തയ്യാറുണ്ടെങ്കിൽ, ചെയ്തു പോയ പാപത്തിൽ നമ്മുടെ മനസ്സ് വല്ലാതെ ഖേദിക്കുന്നുവെങ്കിൽ, റബ്ബിനോട് ഏറ്റുപറയാൻ തയ്യാറുണ്ടെങ്കിൽ സ്വീകരിക്കാൻ റബ്ബ് റെഡിയാണ്, സ്വീകരിക്കാൻ റബ്ബ് റെഡിയാണ്. സമയം നമുക്ക് ഇതാ മുന്നിലുണ്ട്. അവസരം ഈ റമദാനിൽ കൂടി പടച്ചോൻ നമുക്ക് പ്രിയമുള്ളവരെ ദീർഘായുഷ്യം നൽകിയിരിക്കുകയാണ്. ഇനി ഒരുപക്ഷേ അടുത്ത റമദാൻ നമുക്ക് കാണാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ആരൊക്കെ ജീവിച്ചിരിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തുക. അള്ളാഹുവിന്റെ ഭവനത്തിലിരിക്കുക, പടച്ച റബ്ബിന്റെ ഭവനത്തിലിരിക്കുക. ചെറുതും വലുതുമായ ഓരോ തെറ്റുകളും നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്ന എന്തൊക്കെ പാപമുണ്ടോ അള്ളാഹുവിനോട് ഏറ്റു പറയാൻ നമ്മൾ തയ്യാറാവുക. എങ്കിൽ പടച്ച റബ്ബ് നമ്മുടെ പാപങ്ങൾ പുറത്തു തരും. പ്രിയമുള്ളവരെ, ആത്മാർത്ഥതയുണ്ടാകണം. തൂബു ഇലല്ലാഹ് തൗബതൻ നസൂഹ. ഖുർആൻ പറയാണ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങണം. തൗബതൻ നസൂഹ, യഥാർത്ഥ തൗബ, ഇഖ്ലാസുള്ള തൗബ, ഇഖ്ലാസുള്ള തീരുമാനം. അത് അങ്ങനെയായിരിക്കണം. അല്ലാഹുവിനോട് നമ്മൾ പശ്ചാത്തപിച്ചു മടങ്ങേണ്ടത്. അങ്ങനെ വിശുദ്ധി കൈവരിക്കാൻ പ്രിയമുള്ളവരെ ഈ റമദാനിൽ നമുക്ക് സാധിച്ചാൽ നമ്മൾ സൗഭാഗ്യവാന്മാരാണ്. നമുക്ക് ലഭിക്കുന്ന വലിയൊരു സന്തോഷമുണ്ട്. സ്വർഗത്തിൽ, ആ സ്വർഗത്തിന്റെ എല്ലാ ആനന്ദങ്ങളും നമുക്ക് അനുഭവിക്കാൻ കഴിയുമ്പോ അല്ലാഹ് ചോദിക്കും, അത്തരക്കാരായ മുത്തഖീങ്ങളായ സ്വർഗം നേടാൻ കഴിഞ്ഞ ആളുകളോട് ചോദിക്കും, നിങ്ങൾ സന്തോഷവാന്മാരല്ലേ? നിങ്ങൾക്ക് സന്തോഷമല്ലേ? അവർ പറയും, പടച്ചോനെ, ഇതിലും വലിയ സന്തോഷം ഞങ്ങൾക്ക് ഇനി എന്താണുള്ളത്? അല്ലാഹ് പറയും, ഇതാ നിങ്ങൾക്ക് അതിനേക്കാൾ, ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതിനേക്കാൾ ആനന്ദവും സന്തോഷവും നിങ്ങൾക്കിതാ ലഭിക്കാൻ പോവുകയാണ്. എന്നിട്ട് ആ പടച്ച റബ്ബിനെ കണ്ടുകൊണ്ട് നമുക്ക് കാണാൻ കഴിയും. ആ റബ്ബിനെ കണ്ടുകൊണ്ട് നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഇതുവരെ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ. അല്ലാഹ് പറയാൻ അല്ലേ, ഒരു കണ്ണും ഇതുവരെ കണ്ടിട്ടില്ലാത്ത, എല്ലാ കണ്ണുകളെയും കാണുന്ന റബ്ബ്, ആ റബ്ബിനെ നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണാൻ കഴിയും. നോമ്പുകാർക്ക് അല്ലാഹു നൽകുന്ന അപാരമായ അനുഗ്രഹമാണിത്. ഫഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി. അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം പ്രിയമുള്ളവരെ നേടാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അതിനുവേണ്ടി റമദാനിന്റെ അവസാന സമയങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. പടച്ച റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുക, പശ്ചാത്തപിക്കുക, ഹൃദയം വിമലീകരിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വൽആഖിബത്തു ലിൽമുത്തഖീൻ ഫലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. الصلاة والسلام على أشرف المرسلين نبينا محمد الأمين وعلى آله وصحبه أجمعين ما بعد. സത്യവിശ്വാസി സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ തൗബ സ്വീകരിക്കണമെങ്കിൽ ഒരു ഷർത്ത് കൂടി അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ഇതുവരെ നമ്മൾ പറഞ്ഞ മനസ്സിന് ഖേദമുണ്ടാകണം, ഇനി ഒരിക്കലും മടങ്ങൂലാൻ തീരുമാനിക്കണം. അങ്ങനെയൊക്കെ ഷർത്തുകൾ പറഞ്ഞപ്പോൾ അടുത്തൊരു മാനദണ്ഡം എന്താ അറിയും? ഏതെങ്കിലും ആളുകളുമായി വല്ല ഹക്കുമുണ്ടെങ്കിൽ അത് കൊടുക്കണം, എന്നിട്ട് തൗബ ചെയ്യണം. നമ്മൾ ആരുടെയെങ്കിലുമൊക്കെ സമ്പത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും നിലക്ക് ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ, സുഹൃത്തുക്കൾ, അതിനൊക്കെ പരിഹാരം നമ്മൾ ഇവിടെ തന്നെ മരിക്കണതിൻ്റെ മുമ്പേ നമ്മൾ ചെയ്യണം. ഹക്കുകൾ തിരിച്ചു കൊടുക്കണം, എന്നിട്ട് തൗബ ചെയ്യണം. ആ വ്യക്തിയോട് പറയണം, എന്നിട്ട് എനിക്ക് വേണ്ടി അല്ലാഹുവിനോട് തേടണം, എന്നിട്ട് നമ്മൾ തേടണം. അപ്പോഴേ നമ്മൾ സ്വീകരിക്കുള്ളൂ. അല്ലാതെ പടച്ചോൻ തൗബ സ്വീകരിക്കൂല. നമ്മളൊക്കെ പലരുമായി പല ഇടപാടുകൾ നടത്തുന്നവരാണ്.
നമ്മൾ സാമൂഹ്യ ജീവിയായിരിക്കെ പലരുമായും പലതും സംസാരിക്കുന്നത്. പക്ഷെ അതിലൊക്കെയുള്ള വീഴ്ച സുഹൃത്തുക്കളെ നമ്മുടെ പരലോകം നമുക്ക് നഷ്ടപ്പെടുത്തുക നമ്മൾ തിരിച്ചറിയണം. ഒരു പക്ഷേ നമ്മൾ രണ്ടാൾ കൂടുമ്പോൾ മൂന്നാമത്തെ ഒരു കക്ഷിയെക്കുറിച്ച് അന്യായമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലും വിചാരണക്ക് വിധേയമാക്കപ്പെടും. നമ്മുടെ നന്മകൾ നഷ്ടപ്പെടാൻ കാരണമാകും. അതുകൊണ്ട് മരിക്കണതിൻ്റെ മുമ്പേ പരസ്പരം പ്രിയമുള്ളവരെ ആരെയൊക്കെ നമ്മൾ ഏത് നിലക്ക് ദ്രോഹിച്ചിട്ടുണ്ടോ, ഏതൊക്കെ നിലക്ക് ഈബത്തിന് മീമത്ത് പറഞ്ഞിട്ടുണ്ടോ ഒക്കെ പോയി പൊരുത്തപ്പെടിക്കുക. എല്ലായിടത്തും പോയി നമ്മൾ പൊരുത്തപ്പെടിക്കുക. ഒരു കറയില്ലാത്ത ഹൃദയം നമുക്കുണ്ടാകും. പകയും വിദ്വേഷവും വൈരാഗ്യവും ഇതൊന്നുമില്ലാത്ത ശുദ്ധമായ ഒരു ഹൃദയം നമുക്ക് ഈ റമദാൻ കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ നമ്മൾ വിജയിച്ചു. അതാണ് ഖദ് അഫ്ലഹ മൻ തസക്ക എന്ന് ഖുർആൻ പറഞ്ഞു. നിശ്ചയമായും സംസ്കരിക്കപ്പെട്ടാൽ വിജയിച്ചിരിക്കുന്നു എന്ന്. എന്നിട്ട് വദക്കറ സ്മ റബ്ബിഹി, അവൻ അള്ളാഹുവിൻ്റെ നാമം അവൻ സ്മരിക്കട്ടെ. അതാണ് നമ്മൾ തക്ബീറിൽ ഉള്ളത്. ഫസ്വല്ല, എന്നിട്ട് അവൻ നമസ്കരിക്കട്ടെ. അതാ 2 റക്അത്ത് പെരുന്നാൾ നമസ്കാരം. ആ സംസ്കരണമാണ് നമുക്ക് ലഭിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അതിനുവേണ്ടി റമളാനിൻ്റെ അവസാന സമയത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഒരു പുതിയ മനുഷ്യനായി, ഒരു പുതിയ ഹൃദയത്തിൻ്റെ ഉടമയായി, വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്ത്, നമ്മുടെ പാപങ്ങൾക്ക് പടച്ച റബ്ബിനോട് വിട്ടുവീഴ്ചയ്ക്ക് വേണ്ടി തേടി, അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ, തഖ്വയുള്ള ഹൃദയത്തിൻ്റെ ഉടമയാകാൻ നമുക്ക് സാധിച്ചാൽ ഈ നോമ്പിൻ്റെ ലക്ഷ്യം നമുക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിനാണ് നോമ്പ്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, കുത്തിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കും. കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. എന്തിനാണത്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി. ആ തഖ്വ നമുക്ക് നേടാൻ കഴിയും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഓരോരുത്തരും ഇരുന്ന് ചിന്തിക്കുക. എവിടെയാണ് ഞാൻ പരിഹരിക്കേണ്ടത്? എവിടെയാണ് എനിക്ക് അപാകത ഉള്ളത്? ആ അപാകതകളെ പരിഹരിച്ചു കൊണ്ടായിരിക്കണം ഇനിയുള്ള ഏതാനും ദിവസങ്ങൾ നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അള്ളാഹുവിൻ്റെ മുന്നിൽ ഏറ്റുപറയാൻ നമ്മൾ തയ്യാറാകണം. അല്ലാതെ പടച്ചോൻ പുറത്തേരില്ല. എന്നോട് ആരുണ്ട് ചോദിക്കാൻ? അന്ന് ചോദിക്കാൻ അങ്ങനെ ആരാ എന്നോട് ചോദിക്കാനുള്ളത്? അവന് ഞാൻ കൊടുക്കുന്നു. ആരാണ് എന്നോട് പാപമോചനം ചോദിക്കാനുള്ളത്? ഒരു ഞാൻ പാപം പുറത്തു കൊടുക്കും. അല്ല പറയുന്നത്, പടച്ചോൻ പറയുന്ന. അതുകൊണ്ട് സുഹൃത്തുക്കളെ, രാത്രിയെ ജീവിപ്പിക്കുക. നമ്മൾ അള്ളാഹിൻ്റെ ഭവനത്തിലിരിക്കുക. നമ്മളും നമ്മുടെ ഭാര്യ ആരൊക്കെ എല്ലാവരും പള്ളിക്ക് വരിക. അള്ളാഹിൻ്റെ പള്ളിയിലിരുന്ന് അള്ളാഹിനോട് തേടുക, പ്രാർത്ഥിക്കുക. ഈ അങ്ങാടി കൂടെ നടക്കുമ്പോഴൊന്നും ഇതൊന്നും ഹറാമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ആ കാസർഗോഡ് ടൗണിൽ കൂടെ ഒക്കെ ഒന്ന് പോയോക്കിങ്ങൾ പെണ്ണുങ്ങളിങ്ങനെ റോട്ടിൽ കൂടെ രാത്രി 10 11 മണിക്ക് നടക്കും. അതൊന്നും ഹറാമില്ല. അള്ളാഹുടെ പള്ളിയിൽ വന്നിരുന്നത് അത് ഹറാമാണ്. എന്താണ് സുഹൃത്തുക്കൾ ഈ പറയുന്നത്? അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടത്. ഒരാളുണ്ടാവില്ല പരലോകത്ത്, ആരും ഉണ്ടാവില്ല. നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. നമ്മൾ ഒറ്റയ്ക്കാകുന്ന ദിവസം എല്ലാവരും ഉണ്ടാകും അവിടെ, പക്ഷെ ആരും നമുക്ക് ഉപകാരം ഉണ്ടാവില്ല. അതുകൊണ്ട് ആ പരലോകത്തെ നമ്മൾ ഭയക്കുക. മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ആ യാത്ര നമ്മൾ തുടങ്ങുക. പരലോകത്തേക്കുള്ള യാത്ര നമ്മൾ തുടങ്ങുക. അതുകൊണ്ട് മരിക്കുക എന്നുള്ളത് അത് വിദൂരമായൊരു ഭാവിയിൽ നടക്കുന്ന ഒരു കാര്യമല്ല. എപ്പോഴും മരിക്കുക. കിടക്കപ്പായെങ്കിൽ പക്ഷേ എഴുന്നേക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. എത്ര മരണങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നടന്നു പോകുമ്പോൾ കുഴഞ്ഞുകൊണ്ട് മരിക്കുന്ന മനുഷ്യന്മാരുണ്ട്. അള്ളാഹു നമുക്കൊക്കെ ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നല്ലൊരു ചിന്ത ഇനിയും നമുക്ക് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് നഷ്ടമായിരിക്കും. നമ്മൾ നിർഭാഗ്യവാന്മാരായ മനുഷ്യരായി മാറും. അതുകൊണ്ട് ചിന്തിക്കണം, ആലോചിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ നന്മകളെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയി ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടുന്ന ഏറ്റവും നല്ല നോമ്പുകാരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇണകളിലും സന്താനങ്ങളിലും അള്ളാഹു കൺകുളിർമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിന്ന് വിട പറഞ്ഞു പോയ വിശ്വാസികളായ സഹോദരീ സഹോദരന്മാർ, അവരുടെ ഖബറുകൾ അള്ളാഹു വിശാലമാക്കുകയും അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم
വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.